റെയ്ഡ് ഏതാണ്ട് ഒരു മണിക്കൂറോളമായി ഇവിടെ നടക്കുകയാണ്. ഇ ഡിയുടെ പരിശോധന നടക്കുന്നു. രാവിലെ 6 മണി മുതൽ തന്നെ സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ആ സമയത്തൊന്നും തന്നെ വീട്ടിനകത്തേക്ക് തുറന്ന് കയറാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്ന കാഴ്ച പാർട്ടി പ്രവർത്തകരും അതോടൊപ്പം തന്നെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇവിടെയുണ്ട്, ഈ പരിസരങ്ങളിലുണ്ട്. കെ രാഗേഷ് ജില്ലാ സെക്രട്ടറി അല്പസമയം മുൻപ് ഇവിടെ എത്തും. ഈ വീട്ടിൽ വരുന്ന വഴിയിലേക്കും പാർട്ടി പ്രവർത്തകരെല്ലാം തന്നെ കൂടി നിൽക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു പ്രതിഷേധം ഉണ്ടാകും എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. രാവിലെ മുതൽ തുടങ്ങിയ റെയ്ഡിൽ പക്ഷേ ഈ സമയത്തൊന്നും തന്നെ ഇവിടെ ആൾക്കാരുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ വീട് പൂട്ടിയിട്ട നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് ഏതൊക്കെ രീതിയിലുള്ള വിവരങ്ങൾ കിട്ടിയോ എന്നുള്ള കാര്യം നമുക്കിപ്പോൾ പറയാൻ വേണ്ടി സാധിക്കുകയില്ല. ഏതായാലും പാർട്ടി പ്രവർത്തകരും അതോടൊപ്പം തന്നെ എല്ലാവരും തന്നെ ഈ വീട്ടിൽ പരിസരത്തുണ്ട്. നേരത്തെ മുതൽ തന്നെ ഈ വീട്ടിൽ അങ്ങനെ സ്ഥിരമായി ഈ കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആയിരിക്കും പിണറായി വിജയനോ സ്ഥിരമായി താമസിക്കുന്ന രീതിയില്ല. ഇവിടെ വരികയും അതോടൊപ്പം തന്നെ ഇതുവഴി പോവുകയും അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഹബ്ബ് എന്ന നിലയിൽ ഇവിടെ ഈ വീട്ടിൽ വരികയായിരുന്നു. അങ്ങനെ താമസിക്കുന്ന ഒരു വീടാണ്. പ്രത്യേകിച്ച് വീണ വിജയൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അങ്ങനെ ഒരു സ്ഥിരമായി ഇവിടെ താമസിക്കുന്ന പതിവ് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാം തന്നെ ഇപ്പോൾ ഇവിടെയുണ്ട്. ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെയുണ്ട്. ഇപ്പം 10 മിനിറ്റ് കൊണ്ട് DCS വരും. പ്രതിഷേധമുണ്ട്. കേന്ദ്രീകരിച്ച പരിപാടി പ്രതിഷേധ പ്രകടനമുണ്ട്. അത് പൊതുവിൽ ഇത് ഇവിടെ മാത്രം ഒതുങ്ങുന്ന പ്രതിഷേധമായിരിക്കില്ല. മിക്കവാറും സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വരും. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയാൻ വേണ്ടി കാത്തിരിക്കുകയാണോ? തീർച്ചയായിട്ടും അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുഖ്യമന്ത്രി ചുമതല ഏറ്റെടുത്തിട്ട് 10 ദിവസം ആയില്ലല്ലോ. ഒരാഴ്ച തികയുന്നതിന് മുമ്പ് റെയ്ഡ് വന്നല്ലോ. ഇന്നലെ സതീശൻ ഡൽഹിയിൽ പോയി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇക്കാര്യത്തിൽ കോൺഗ്രസും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും പിണറായി വിജയൻ്റെ ചോരയ്ക്ക് വേണ്ടി പല സന്ദർഭങ്ങളിലും കേരളത്തിൽ വന്ന് പ്രസംഗിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ എന്താണ് പിണറായി വിജയനെ ED റെയ്ഡ് ചെയ്യാത്തത്, അറസ്റ്റ് ചെയ്യാത്തത്, ജയിലിലടക്കാത്തതെന്ന് അദ്ദേഹം പേർത്തും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ അത് തന്നെയാണ് BJP പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിണറായി വിജയൻ്റെ ചോരക്ക് വേണ്ടി, കുടുംബത്തിൻ്റെ ചോരക്ക് വേണ്ടി എത്രയോ കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവർക്ക് ഈ ഒരു അവസരം കിട്ടിയപ്പോൾ അതിൻ്റെ സംഘടിതമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കുറേ കേന്ദ്രങ്ങളിൽ ഒരുമിച്ച് റെയ്ഡ് നടത്തുന്നത്. നിങ്ങൾക്ക് യാതൊന്നും പിണറായിക്കോ കുടുംബത്തിനോ യാതൊന്നും ഭയപ്പെടാനില്ല. അവർ റെയ്ഡ് നടത്തട്ടെ. റെയ്ഡ് നടത്തിയാൽ എന്തെങ്കിലും കണ്ടെത്തോ ഇല്ലയോ നമുക്ക് നോക്കാം. ഏതായാലും പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരെ ഇത്തരത്തിൽ EDയെയും മറ്റ് സംവിധാനത്തെയും ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്താനും ദുർബലപ്പെടുത്താനുമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. മറ്റ് എവിടെയെങ്കിലും നടക്കുകയായിരിക്കും. കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. അത് ശക്തമായ തിക്തഫലം അനുഭവിക്കേണ്ടി വരും. ഇതിപ്പോൾ ഒരു പാർട്ടിക്ക് ഒരു ഡാമേജ് ഉണ്ടാക്കുക എന്നുള്ള താല്പര്യം കൂടി ഉണ്ടോ? കാരണം ഒരു മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് ഒഴിഞ്ഞ ഒരാൾ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ അങ്ങനെ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം റെയ്ഡ് നടക്കുന്നു, ഈ പദവി ഒഴിയാൻ കാത്തു നിൽക്കുന്ന സമയത്ത്. ഇല്ല, ഞങ്ങൾ പിണറായി വിജയൻ്റെ ജീവിതം തുറന്ന പുസ്തകമാണ്. അതുകൊണ്ട് പാർട്ടിക്കൊരു ഡാമേജ് ഉണ്ടാവേണ്ട കാര്യമില്ല. പക്ഷേ ഇതൊരു പുകമറ സൃഷ്ടിക്കാൻ സാധിക്കും. ആ പുകമറ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. അതുകൊണ്ട് പാർട്ടിക്ക് ഡാമേജ് അല്ല, പാർട്ടി ഒറ്റക്കെട്ടായിട്ട് ഇതിനോട് പ്രതികരണം ഉണ്ടാക്കും, പ്രതിരോധം സൃഷ്ടിക്കുകയും ചെയ്യും. പാർട്ടിക്ക് ഡാമേജ് ഒന്നുമില്ല. കാരണം പിണറായി വിജയൻ്റെ ജീവിതത്തെക്കുറിച്ച് പാർട്ടിക്കുള്ളിൽ പാർട്ടി സഹാക്കൾക്ക്, ബഹുജനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ എന്തെങ്കിലും തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നുള്ളത് ഈ കേരളത്തിലെ നല്ലവരായ ഒരു മനുഷ്യരും ചിന്തിക്കില്ല. രാഷ്ട്രീയ കുതന്ത്രങ്ങൾ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് രാഷ്ട്രീയ പുകമറ സൃഷ്ടിക്കാനുള്ള ഒരു ലക്ഷ്യമാണ് എന്നാണ് പറയുന്നത്.